ഓണം എക്സാമിന് ഇപ്പൊ മുതലേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞു തരുന്നതിന് മുന്നായിട്ട് മിസ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ ഓണം എക്സാമിന് നമ്മൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുന്നതുകൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാമിൽ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ അല്ലേ. ആ കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് അടിപൊളിയായിട്ട് നല്ല തറോ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. കാരണം ഓണം എക്സാം ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാം ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നല്ല ആവേശത്തോടു കൂടെ തന്നെ പഠിക്കും. കുറേ കഷ്ടപ്പെട്ട് പഠിക്കാനും മാത്രമൊന്നുമില്ല, കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിന് നല്ല മാർക്ക് തന്നെ വാങ്ങിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല തറവായിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമേ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതായത് എക്സാമിന് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 7ാം ക്ലാസ്സിന് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാന്നുള്ളത് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആണല്ലേ. നമ്മുടെ കുട്ടികൾക്കായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മക്കളെ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാനായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് കുറച്ച് മാത്രം എഴുതിയാൽ മതി, ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് കുറേ അധികം ലെങ്ത്തിൽ തന്നെ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, എത്ര മാർക്കിനനുസരിച്ചിട്ട് എത്രത്തോളം എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സാം എഴുതുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എക്സാം എഴുതുന്ന സമയത്ത് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റത്തെ ഗുണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതുവരെ എത്രത്തോളമാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഓണം എക്സാം വരെയുള്ള പോർഷൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചോ, അല്ലെ ഇതുവരെ പഠിച്ചതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, നമ്മൾ ഇതുവരെ പഠിച്ച രീതി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലേ എല്ലാം നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റ് ആയിട്ട് പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതും എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓണം എക്സാം അടിപൊളിയായിട്ട് പഠിച്ചെഴുതുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ എല്ലാവരും എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ വീഡിയോസും കറക്റ്റ് സമയത്ത് തന്നെ കാണാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ അനൗൺസ്മെന്റ് ഒക്കെ ഇടുമല്ലോ, മക്കളെ നാളെ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി കൃത്യം 7:30 ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒപ്പം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഏത് സമയത്താണ് ഇടുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ ഒരെണ്ണം പോലും മിസ്സാകാതെ എൻ്റെ കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, ഒരാൾ പോലും ലൈവ് ക്ലാസ്സുകളും വീഡിയോസും മിസ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം അല്ലെ, ഞങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം എന്നാണ് മിസ് ആഗ്രഹം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് പഠിച്ചു പോകണം എന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പഠിച്ചു പോകുന്നില്ല, കുറേയൊക്കെ പെൻഡിങ് വരുന്നു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വർക്ക്ഷീറ്റും അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വരുന്നില്ലേ? ഇത്തവണത്തെ ഓണം എക്സാം നമ്മൾ എന്തായാലും അടിച്ചു പൊളിച്ച് അങ്ങ് സെറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരട്ടെ അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ ഫുൾ എനർജിയോട് കൂടെ നമ്മുടെ ഓണം എക്സാം നമ്മുടെ ടാർഗറ്റ് വെച്ചുകൊണ്ട് അടിപൊളിയാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സും കട്ടയ്ക്ക് എന്റെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം.